കഴിഞ്ഞ വർഷം ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് മഹാലക്ഷ്മി. വർഷങ്ങളായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി തന്നെ നിറഞ്ഞു നിൽക്കുന്ന അരുൺ ഘോഷാണ് ഈ പരമ്പരയിലും നായകനായി എത്തിയിരിക്കുന്നത്. പരമ്പരയിലെ നായികയായി എത്തിയത് നടി നയന പ്രസാദും. അതിവേഗം തന്നെയാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കുവാൻ ഈ താരങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നയന പ്രസാദിന്. ഇപ്പോഴിതാ നടി തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നയനയെ പെണ്ണു കാണാൻ ചെറുക്കനും വീട്ടുകാരും വീട്ടിലേക്ക് എത്തിയതിൻ്റെ സന്തോഷകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടി നയന പ്രസാദ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആ സന്തോഷ മുഹൂർത്തം നടന്നത്. പയ്യൻ്റെ അനിയത്തി കുട്ടിയാണെന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ബൊക്കയും മധുരങ്ങളും അടക്കമുള്ള സമ്മാനങ്ങൾ ഏട്ടത്തി അമ്മയ്ക്ക് നൽകുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുക്കൻ്റെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളെയും ആ വീഡിയോയിൽ കാണാം. കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് നയന പ്രസാദിനെ കാണുവാനായി ചെറുക്കനും കൂട്ടരും എത്തിയത്. പ്രണയത്തിൻ്റെ അടയാളമായ ചുവന്ന പൂക്കളാണ് നയനയ്ക്ക് ചെറുക്കൻ ബൊക്കയിൽ സമ്മാനിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ അക്കൂട്ടത്തിലൊന്നും ചെറുക്കൻ്റെ ചിത്രമോ വീഡിയോയോ നയന പങ്കുവച്ചിട്ടില്ല. അതല്പം സ്വകാര്യമാക്കി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഉടൻ തന്നെ വിവാഹ വിശേഷങ്ങൾ അറിയുവാൻ കാത്തിരിക്കുകയാണ് നയനയുടെ ആരാധകരും. മോഡലിങ്ങിലൂടെയും സിനിമകളിലൂടെയും നിറഞ്ഞു നിന്ന നയനയുടെ ആദ്യത്തെ സീരിയലാണ് മഹാലക്ഷ്മി. അതുകൂടാതെ അവതാരകയായും അധ്യാപികയായും ഇൻഫ്ലുവൻസറുമായിട്ടും എല്ലാം തന്നെ നിരവധി മേഖലകളിൽ തൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുള്ള നയന നഴ്സിംഗിലാണ് തൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം കുറച്ചുകാലം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നഴ്സായും ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോളേജ് ടീച്ചറായി ജോലി ചെയ്യുന്നതിനിടയിൽ വെച്ചാണ് അഭിനയ രംഗത്തേക്കും കടന്നു വരുന്നത്. പഠിക്കുന്ന കാലത്ത് തന്നെ നൃത്തത്തിലും നാടകത്തിലും എല്ലാം വളരെയധികം സജീവമായിരുന്ന നയന പ്രസാദ് പരസ്യചിത്രങ്ങളിലും ആൽബങ്ങളിലും എല്ലാം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തായിരുന്നു താരത്തിന് തുടക്കം കുറിച്ചത്. കേരള വിഷൻ ചാനലിലും അവതാരകയായി പ്രവർത്തിച്ചിട്ടുള്ള താരം നീലി എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പിന്നീട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, 2018 സായാഹ്ന വാർത്തകൾ, ഇങ്ങനെ തുടങ്ങി നിരവധി ഉപചാരപൂർവ്വം, ഗുണ്ടാ ജെയിൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചുവെങ്കിലും സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഉപചാരപൂർവ്വം ഗുണ്ടാ ജെയിനിൽ ഷൈജു കുറുപ്പിൻ്റെ സഹോദരിയായിട്ടായിരുന്നു അഭിനയിച്ചത്. അതിന് പിന്നാലെയാണ് മഹാലക്ഷ്മി എന്ന പരമ്പരയിലേക്ക് എത്തിയത്. 5ഓളം സിനിമകളിൽ നയന അഭിനയിച്ചു എങ്കിലും അതിലൊന്നും തന്നെ ലഭിക്കാത്ത ജനപ്രീതിയാണ് മഹാലക്ഷ്മി എന്ന ഒരൊറ്റ സീരിയലിലൂടെ നയന പ്രസാദിന് ലഭിച്ചു. ഇപ്പോൾ സീരിയലിലെ നായികയായി തിളങ്ങി നിൽക്കുകയാണ് നയന പ്രസാദ്. താരത്തിൻ്റെ വിവാഹ വിശേഷ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്.